ഏഷ്യയിലെ തന്നെ ഒന്നാമത്തെ പുനരധിവാസ മേഖലയായ ആറളം പട്ടികവർഗ പുനരധിവാസ മേഖലയിലെ താമസക്കാർ അവരുടെ ന്യായമായ ഒരാവശ്യം ഉന്നയിക്കുകയാണ്. 3375 കുടുംബങ്ങൾക്ക് ഭൂമി നൽകിയ ഇവിടെ 2000-ഓളം കുടുംബങ്ങൾ സ്ഥിരമായി താമസിക്കുന്നു. അവർക്ക് വെളിച്ചം പകരുന്നതിനായി KCB തലങ്ങും വിലങ്ങും വൈദ്യുതി ലൈൻ സ്ഥാപിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇവ മെയിൻ്റനൻസ് ചെയ്യാൻ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതിനാൽ വലിയ ഭീഷണിയാണ് മേഖലയിലെ ജനങ്ങൾ നേരിടുന്നത്. പുനരധിവാസ മേഖലയിലെ വൈദ്യുതി ലൈൻ തകരാർ സംഭവിച്ചാൽ 20 കിലോമീറ്റർ അകലെ കാക്കയങ്ങാട് KCB ഓഫീസിൽ നിന്നാണ് ജീവനക്കാർ എത്തേണ്ടത്. രാത്രികാലങ്ങളിൽ പുനരധിവാസ മേഖലയിലും കാർഷിക ഫാമിലും കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ജീവനക്കാർക്ക് എത്തിപ്പെടാനും തടസ്സം സൃഷ്ടിക്കുന്നു. ഇതാകട്ടെ പുനരധിവാസ മേഖലയിലെ ജനങ്ങളുടെ ജീവന് ഭീഷണിയുമാണ്. മഴക്കാലത്താണ് ഏറെ ദുരിതം. പൊട്ടിവീഴുന്ന വൈദ്യുതി തൂണുകളും മാറ്റി സ്ഥാപിക്കാൻ ദിവസങ്ങളും ആഴ്ചകളും എടുക്കുന്നു. ഇത് മേഖലയെ കൂരിരുട്ടിൽ ആക്കുകയാണ്. ദിവസങ്ങളോളം വൈദ്യുതിയില്ലാതെ വീടുകളിൽ പേടിച്ചിരണ്ട് കിടക്കേണ്ട അവസ്ഥയാണ് ചിലപ്പോഴൊക്കെ ഇവിടെ ഉണ്ടാവുക. ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീണും കാട്ടാനയുടെ ആക്രമണത്തിലും നിരവധി വൈദ്യുതി തൂണുകളും ലൈനുകളും തകരാറിലാകുന്നത് നിത്യസംഭവം. ഇവിടെ ഇങ്ങനെ തകരാറിലാകുന്ന വൈദ്യുതി ലൈൻ അറ്റകുറ്റപ്പണി നടത്തി പൂർവ്വസ്ഥിതിയിലാക്കാൻ ജീവനക്കാർ അത്യാവശ്യം തന്നെയാണ്. അത് പുനരധിവാസ മേഖലയ്ക്കുള്ളിൽ തന്നെ ഓഫീസും ജീവനക്കാരും ഉണ്ടായാൽ അപകടങ്ങൾ നിരവധി ഒഴിവാക്കാൻ സാധിക്കും. പുനരധിവാസ മേഖലയ്ക്കുള്ളിൽ തന്നെ KCB സബ് ഓഫീസും ആവശ്യത്തിന് ജീവനക്കാരും വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇപ്പോൾ വീണ്ടും ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ്. തങ്ങൾക്കും വേണം KCB ഓഫീസും ജീവനക്കാരും എന്ന്. മഴക്കാലമായതോടെ കറണ്ട് ലൈൻ പൊട്ടി വീണു ഈ ആറളം പാമ്പിൽ മുഴുവനും മേഖലയിലും അതുപോലെ തന്നെ. അപ്പോൾ ഇത് പൊട്ടി വീഴുമെന്ന് പറഞ്ഞാൽ ഈ ലൈനിൻ്റെ അടിയിലെ മരത്തിൻ്റെ അടിയിലാണ് മുഴുവൻ ലൈനുകൾ ഉള്ളത്. അപ്പോൾ മഴക്കാലമാകുമ്പം ഇത് പൊട്ടി വീഴുന്ന എന്തായാലും ഉറപ്പായിട്ടാറ്. പിന്നെ ആവശ്യത്തിന് ജീവനക്കാർ ഓഫീസിലില്ല. നമ്മൾ വിളിക്കുക എന്നല്ലാതെ വിളിക്കുമ്പം ഇന്ന് വരാം നാളെ വരാമെന്ന് പറഞ്ഞ് ഇതാകുന്നല്ലാതെ ആവശ്യത്തിന് ജീവനക്കാർ ഈ കാക്കയങ്ങാട് ഓഫീസിലില്ല. അതുപോലെ തന്നെ ഈ മരങ്ങൾ മുറിച്ചു മാറ്റി ലൈൻ ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകും. മാത്രമല്ല ആറളം പാമ്പിൻ്റെ മറ്റുള്ള അവസ്ഥ പോലെയല്ല. കേരളത്തിലിപ്പം പല സ്ഥലത്തും അന്ന് അതിൻ്റെ പിറ്റേ ദിവസമോ ഇത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ വിഷയമല്ല. പക്ഷെ നമുക്കതുമല്ല. നമ്മൾ കാട്ടാന തുടങ്ങിയ എല്ലാ മൃഗങ്ങളും നമ്മളെ വീടിൻ്റെ മുറ്റത്ത് കൂടിയെല്ലാം നടക്കുന്ന ഏത് സമയത്തും മരണഭീഷണിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ലൈനും കൂടി കറണ്ട് ഇല്ലാത്തത് ഒരു അതിഭയങ്കരമായ ഒരു പേടി സ്വപ്നമാണ്. നമുക്ക് കറണ്ടും കൂടി ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനാവുന്നില്ല. മാത്രമല്ല റേഷൻ കടയിലെ മണ്ണെണ്ണ റദ്ദ് ചെയ്ത് അതുകൊണ്ട് 500 മില്ലി എണ്ണയായിരുന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 5 ലിറ്റർ കട്ട് ചെയ്ത് 500 മില്ലി ആക്കി. അതും ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നില്ല. അങ്ങനെ വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു ഇത് കടന്നു പോകുന്നത്. അപ്പം മഴക്കാലമാകുമ്പോൾ എന്തായാലും ഈ മരത്തിൻ്റെ അടിയിൽ ലൈനുള്ളത് മരം പൊട്ടി വീഴുമെന്ന് ഉറപ്പായിട്ടറിയാം. അപ്പം എനിക്കറിയാനുള്ള ഈ KCB എന്ത് വേണമെന്ന് വെച്ചാൽ അതിനുള്ള സജ്ജീകരണങ്ങൾ വേണം. ഈ പഴയ കാലഘട്ടമല്ലേ അത്. 1-2 ജീവനക്കാരുണ്ടായാലും നടക്കില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു സ്പെഷ്യൽ ആറളം പാമ്പിൽ ഇതിൻ്റെ KCBൻ്റെ സ്പെഷ്യൽ ഓഫീസ് വേണം. മഴക്കാലം പ്രത്യേകിച്ചൊരു സജീവമായ പ്രവർത്തനം ആദിവാസികൾക്ക് കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത്. പുനരധിവാസ മേഖലയിൽ വൈദ്യുതി ലൈനുകൾ പല ഘട്ടങ്ങളിൽ സ്ഥാപിച്ചത് അപകടക്കണി ഒരുക്കിക്കൊണ്ടാണ്. റോഡിന്റെ ഇരുവശങ്ങളിലും വൈദ്യുതി തൂണുകൾ സ്ഥാപിച്ച് തലങ്ങും വിലങ്ങും വൈദ്യുതി ലൈൻ വലിച്ചാണ് പല പദ്ധതി പ്രകാരം ഇവിടെ വൈദ്യുതി നൽകിയിട്ടുള്ളത്. ഇതും പരിശോധിക്കേണ്ടത് തന്നെയാണ്. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ജനങ്ങൾ KCB അധികൃതരോട് ആവശ്യപ്പെടുന്നത് അവർക്കൊരു സബ് ഓഫീസും അതോടൊപ്പം തന്നെ ജീവനക്കാരും വേണമെന്നാണ്. കാരണം ഇപ്പോൾ ഇവിടെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈദ്യുതി തകരാറുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ കിലോമീറ്റർ അപ്പുറത്തു നിന്ന് കാക്കയങ്ങാട് നിന്ന് വേണം KCB ജീവനക്കാർ ഇവിടെ എത്താൻ. അതുതന്നെ വലിയ കാലതാമസവും ഉണ്ടാകുന്നുണ്ട്. ആ കാലതാമസം വലിയ അപകട ഭീഷണി ഉയർത്തുന്നുമുണ്ട്. അതുകൊണ്ട് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ തന്നെ വർഷങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു KCB സബ് ഓഫീസും ആവശ്യക്കാരായ ജീവനക്കാരും ലഭ്യമായാൽ ഒരു നിരവധി അപകടങ്ങൾ ഒഴിവാക്കാനും നല്ല സേവനം ആദിവാസി പുനരധിവാസ മേഖലയിലെ ജനങ്ങൾക്ക് നൽകാനും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് നേരത്തെ ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെ പൊതുപ്രവർത്തകരും സന്നദ്ധ സംഘടനകളും പാർട്ടികളുമെല്ലാം ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഒരു സബ് ഓഫീസ് ഉടൻ അനുവദിച്ച് ആവശ്യമുള്ള ജീവനക്കാരെയും അനുവദിച്ചുകൊണ്ട് ഈ മേഖലയിലെ ജനങ്ങളെ സഹായിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ആറളം ഫാമിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. When you dream, it's okay, let him go. Your happy home. Open your eyes and look around you. Just feel your home. Yes, it's ready
വീട് റെഡി. ആഹാ, എങ്കിലേ വീട്ടിലേക്കുള്ള സാധനങ്ങളും റെഡി. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ulikil Road, Irati, Kannur. From the house of Reena Developers. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.